ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചെറുതും വലുതുമായ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളുമൊക്കെ അവർക്ക് സിനിമയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. നമുക്കിപ്പം കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിനിയായ കെ അമൃതയാണുള്ളത്. അമൃതയും ഏതാനും സിനിമകളിൽ ചെറിയ രീതിയിലൊക്കെ മുഖം കാണിച്ച ആളാണ്. നമുക്ക് അമൃതയോട് തന്നെ ചോദിക്കാം, എങ്ങനെയായിരുന്നു സിനിമാ ലോകത്ത് ഉണ്ടായ ഹ്രസ്വമായ കാലത്തുള്ള അനുഭവങ്ങൾ? ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് ഞാൻ പോകുന്നത്, മൂവിയിലേക്ക് ഞാൻ കയറുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വർഷം ആവാറായി. അപ്പോൾ എനിക്ക് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു കൂലി ഉണ്ടല്ലോ, അത് ഒരു 2000 അല്ലെങ്കിൽ 1500 അവർക്ക് പ്രൊഡ്യൂസർ കോർഡിനേറ്റേഴ്സിന് കൊടുക്കും. പക്ഷെ നമുക്കത് കയ്യിൽ കിട്ടുന്നത് 500 രൂപ അങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത്. പോട്ടെ, ഈ കൂലിയെങ്കിലും കുറച്ച് കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന നമുക്കുണ്ടല്ലോ, ഒരു വാല്യൂ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ വർക്കിന് പോവുകയാണെങ്കിൽ ഇപ്പം കൂലി തരുമ്പം എന്നാ പൈസ കിട്ടില്ല എന്നാ പൊക്കോ എന്നുള്ള രീതി, ഒരു അടിമയെ പോലെ ഒരു പെരുമാറുന്ന ഒരു രീതിയാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. കാരണം നമ്മൾ അഭിമാനത്തിന് ഒരു പ്രശ്നം വരുന്ന ഒരു രീതിയിൽ ഞാൻ ഒരിക്കലും നിൽക്കത്തില്ല. അത് എനിക്ക് ചെറുപ്പം തൊട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ അഭിമാനത്തിൽ എന്തെങ്കിലും പ്രശ്നം, നമുക്ക് ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം, മറ്റുള്ളവർ നമ്മളെ അഭിമാനിച്ചിട്ടില്ലെങ്കിലും നമുക്ക് നമ്മളൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം ഒരു തരംതാഴ്ന്ന രീതിയിലേക്ക് എന്തായാലും പോകാൻ ഞാൻ തയ്യാറല്ല. അപ്പം ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നപ്പോഴത്തേക്കും ഇനി എന്തെങ്കിലും ഒരു ക്യാരക്ടർ റോളോ പിന്നെ കഥാപാത്രം നല്ലൊരു ഡയലോഗ് സീനോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിക്കുന്നത്. ഷൈജു എന്നാണ് അയാളെ പേര്. അപ്പം വാട്സപ്പ് രാത്രി 10 മണിക്ക് ശേഷം വാട്സപ്പിൽ മെസ്സേജ് വന്നു, ഹലോ അമൃതയല്ലേ, എൻ്റെ പേര് ഷൈജു, ഞാൻ പ്രൊഡ്യൂസറാണെന്ന്. ഞാൻ ഓക്കെ സാർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എടാ ഒരു റോളുണ്ട്, ഒരു വർക്ക് വന്നിട്ടുണ്ട്, എനിക്ക് അമൃതയോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാർ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അപ്പം എടാ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ വിളിക്കാൻ പറ്റത്തില്ല, കാരണം 10 മണിക്ക് ശേഷം കോൾ അലൗഡ് അല്ല, എൻ്റെ അമ്മ വഴക്ക് പറയും, കാരണം 10 മണിക്ക് ശേഷം സംസാരിക്കുന്നത് അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലാത്തതാണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എടാ വർക്കിന്റെ കാര്യമല്ലേ, സിനിമയുടെ കാര്യമല്ലേ, അതിനെന്താ എന്ത് സിനിമയുടെ കാര്യമായാലും വർക്കിന്റെ കാര്യമായാലും എൻ്റെ വീട്ടിൽ അത് അലൗഡ് അല്ല, നിങ്ങൾ നാളെ രാവിലെ അങ്ങനെയാണ് നാളെ രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് ക്യാൻസൽ ചെയ്യാം, വർക്കില്ല, ഇനിയിപ്പം വേറൊരു വർക്ക് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ എന്ന് പറഞ്ഞാൽ അയാൾ ക്ലോസ് ചെയ്തു, ഞാനും ക്ലോസ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീണ്ടും വിളിച്ചു. പക്ഷെ പറഞ്ഞു എടാ ഞാൻ അന്ന് വിളിച്ച ആളാണ്, ഷൈജു ആണ്, ഒരു റോള് വന്നിട്ടുണ്ട്, നല്ല അത്യാവശ്യം നല്ല റോളാണ്, ക്യാരക്ടർ റോളാണ്, ഡയലോഗ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, 8 ദിവസത്തെ വർക്കാണ് എന്ന് പറഞ്ഞു. ഡെയിലി ഒരു 30,000 രൂപ അമൃതയ്ക്ക് കിട്ടും, 2,40,000 രൂപയാണ് അമൃതയുടെ തുക. അപ്പം എഗ്രിമെന്റ് നിങ്ങൾക്ക് സൈൻ ചെയ്യുന്ന സമയത്ത് 50,000 രൂപ തരുമെന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. കാരണം നമുക്കൊക്കെ അത് എന്താ പറയുക, ഒരു ക്യാരക്ടർ റോൾ കിട്ടുക എന്ന് പറയുന്നത് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ആണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. ഞാൻ ഓക്കെ ആണ് സാർ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ അമൃത എപ്പോഴാന്ന് വെച്ചാൽ അമൃത പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ അത് വേണ്ട, സാർ പറഞ്ഞോ, ഡേറ്റ് പറഞ്ഞോ, ഞാൻ എപ്പോഴാണെങ്കിലും ഞാൻ റെഡിയാണെന്ന്. അപ്പം പറഞ്ഞു എടാ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഫിലിം ഫീൽഡാണ്, അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ. ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റാണ്? അവൻ പറഞ്ഞു എടാ ഫിലിം ഫീൽഡ് അല്ലടാ, അത് നിനക്ക് അറിയാവുന്നതല്ലേ. അപ്പം ഞാൻ ചോദിച്ചു ഫിലിം ഫീൽഡിൽ എന്താ വിഷയം, ഫിലിം ഫീൽഡിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എടാ അതല്ല, പിന്നെ ഡയറക്ടർ ഭാഗത്തു നിന്നോ അല്ലെ വേറെ ആരും ഭാഗത്തു നിന്നോ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടെ കിടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിടക്ക പങ്കിടാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമൃത തയ്യാറാണോ? സാർ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ വരുന്നത്, ദയവ് ചെയ്ത് സാർ അത് ചിന്തിക്കരുത്, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ മൂവിയിലേക്ക് വരുന്നത്, എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുള്ള ഒരാളാണ്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല അമൃത, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ ആൾക്കാരുണ്ട്, വേറെ പെൺപിള്ളേരുണ്ട്, പക്ഷെ അവർക്കൊന്നും അഭിനയിക്കാൻ അറിയില്ല, അമൃതയ്ക്കാണെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ നിങ്ങൾ ഈ പെൺപിള്ളേരോട് മാത്രം ഇങ്ങനെ ഒരു അനീതിയായിട്ടുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാസ്റ്റിംഗ് ചെയ്യുന്നത്, ആൺപിള്ളേരോട് നിങ്ങൾ ചോദിക്കുന്നില്ല അഡ്ജസ്റ്റ്മെന്റ്, നിങ്ങൾ തയ്യാറാവും, നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല, ഈ പെൺപിള്ളേരോട് മാത്രം ഇങ്ങനെ ഒരു അനീതി കാണിക്കുന്ന നിങ്ങൾ തെറ്റല്ലേ എന്ന് വിഷയം. അപ്പം പറഞ്ഞു എടാ അത് ഇത്രയും പൈസ തന്നിട്ട്, നിങ്ങൾക്ക് ഇത്രയും തുക തന്നിട്ട് നിങ്ങൾ അഭിനയിപ്പിക്കുകയാണ്, നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പം നിങ്ങളെ ഫേമസ് ആക്കാനും നിങ്ങൾ പിന്നെ വേറെ മൂവിയിലേക്ക് നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയും ചെയ്യും, അപ്പൊ ഇത്രയൊക്കെ റിസ്ക് എടുത്ത് ഞങ്ങളെ ഇല്ല, ഞങ്ങൾക്ക് വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും തുക തന്നെ നിങ്ങൾ അഭിനയിക്കും, അപ്പൊ നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ, എനിക്ക് എന്തായാലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാൽ അമൃത ആയിക്കോട്ടെ, ഞാൻ വേറെ വർക്ക് വരുന്നുണ്ട്, 2,000-3,000 പെർ ഡെയിലി വരുന്ന ഒരു വർക്കുണ്ട്, അത് ചെറിയ സീനുകളൊക്കെ ഉണ്ടാവും, ഡയലോഗ് സീനുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ ചെറിയ ചെറിയ സീനേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ വിളിക്കാമെന്ന്. ഞാൻ ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞു.
അപ്പം ഇതുവരെന്ന് വെച്ചാൽ നമ്മളോട് ഇത്രയും വളരെ നീറ്റായിട്ട് നമ്മളോട് നീറ്റായിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകുമ്പോൾ. കാരണം അത്രയും നമ്മൾ അതുപോലെ തന്നെ അതേമാതിരി ഡീസന്റ് ആയിട്ട് നമ്മൾ അയാളോട് റിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. നമുക്ക് അത് അന്ന് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ അമ്മയുടെ ഡിസ്കസ് ചെയ്തപ്പോൾ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഇതിലൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നീ പിന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അത് നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കുമ്പം എത്രത്തോളം അവർ അത് ഒറ്റപ്പെടുന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്ത്രീകൾ പ്രതികരിക്കുന്ന സമയത്ത് പലരും നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ വന്ന് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ ഒരു വോയിസ് ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അന്നത് ചെയ്തില്ല. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ അത് വേണ്ട, നമുക്ക് വേറെ ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു പരാതിയോ അല്ലെങ്കിൽ രീതിയിൽ ഇനി ആൾക്കാർ വരികയാണെങ്കിൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ നിന്നു. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് പൊതുയിടങ്ങളിലൊക്കെ നമുക്ക് പല അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. നമ്മളോട് മോശമായ രീതിയിൽ അല്ലെങ്കിൽ മെച്ചമായ രീതിയിൽ നോക്കൂ, ആ ഒരു ചൊവ്വയാറുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുന്നവരാ. ഇന്നത്തെ കാലത്തുള്ള പെൺപിള്ളേർ എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുന്നത് ഒന്നുകിൽ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ. ഏതായിരുന്നു ആ സിനിമ? ഏതായിരുന്നു? ഷൈജു എന്ന് പറയുന്ന ആ സിനിമയുടെ പേര് അനൗൺസ് ചെയ്തിട്ടില്ല. അതിൽ ടോവിനോ ചാക്കോച്ചൻ, പിന്നെ നിവിൻ പോളി, ഇതിൽ അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ടായിട്ടാണ് എനിക്ക് ക്യാരക്ടറായിട്ട് വന്നതെന്ന് പറഞ്ഞത്. ഫിലിം അതേതാണ് അനൗൺസ് ചെയ്തില്ല. പിന്നെ ഡയറക്ടറുടെ പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1-2 മൂവിയിൽ ഇവർ പ്രൊഡ്യൂസിങ് ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ അത് ഏതാ മൂവി എന്നുള്ള എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതെന്താ പറഞ്ഞത്? ഏതൊക്കെ സിനിമകളിലാണ് അഭിനയിച്ച നിലവിലപ്പോൾ? ഞാൻ ഗെറ്റ് സെറ്റ്, ഇപ്പം ലാസ്റ്റായിട്ട് അഭിനയിച്ചത് ഗെറ്റ് സെറ്റ് ബേബിയിലാണ്, ഉണ്ണിമുകുന്ദന്റെ മൂവി. അതിൽ ഡയലോഗ് സീനൊക്കെ ഉണ്ട്. അതിലൊന്നും ആൾക്കാരൊന്നും നമുക്ക് എന്താ ലൈംഗിക ചുവയാർന്ന വാക്കുകളോ സംസാരമോ പ്രവർത്തനമോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, അപ്പോൾ അത് വേണ്ട ഒരു തുക കിട്ടിയിട്ടില്ല. പിന്നെ ആ ഒരു രീതിയിൽ എന്നാ പോയിക്കൂടെ, പിന്നെ പൈസ കിട്ടിയില്ലേ എന്നുള്ള ഒരു രീതിയിലൊക്കെ അന്നിപ്പോ സൗകര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇത്ര ദിവസത്തെ ഷെഡ്യൂളാണ് പറഞ്ഞത്. അപ്പം ഇത്ര ദിവസത്തേക്ക് എന്നുള്ള രീതിയിലാവുമ്പോൾ നമുക്ക് അക്കോമഡേഷൻ ഒക്കെ അവർ അറേഞ്ച് ചെയ്തെന്നായിരുന്നു. അവിടെ ഒരാളിൽ നിന്നോ ഇങ്ങനെ ഒരു മോശം ഇതുണ്ടായുള്ളൂ, പിന്നെ ആ വഴിക്ക് പോയില്ല. വേറെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചായിരുന്നു. അയാള് ഇച്ചിരി മോശമുള്ള ഒരാളാണെന്ന് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പം പിന്നെ ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പെൺപിള്ളേരെ ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അന്വേഷണമായിട്ട് ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്തപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഫിലിമിലുള്ള ഒരു ചേട്ടൻ തന്നെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്ത്, രാഹുൽ എന്ന് പറഞ്ഞ വേറൊരു ചേട്ടനാണ് ഇതിന് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവർ എന്നെ വോയിസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നു. അപ്പം ഞാനത് പെൺപിള്ളേർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു സംഭവം അതിൽ നിന്ന് അത് ക്ലോസ് ആക്കി. പിന്നെ ക്രൗഡ് വർക്കിനൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇപ്പം ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഓൺലൈൻ ചാനലിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഈ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങാത്തതിനാൽ പിന്നീട് സിനിമാ മോഹം എന്നത് അവസാനിപ്പിച്ച് മറ്റു ജോലികളിലേക്ക് തുടരേണ്ടി വന്നിരുന്ന ആളുകളുമുണ്ട്. എന്തായാലും അതിന് തയ്യാറല്ലെന്ന സധൈര്യം പറയുന്ന പെൺകുട്ടികളെയും നമ്മൾക്ക് കാണാൻ കഴിയും. അവർക്ക് പിന്നീട് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുതയായി തന്നെ തുടരുകയാണ്.